അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ആൾക്കാർ പുതിയ മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. കാരണം നമ്മുടെ ഫാമിലിയിൽ തീരെ ഉണ്ടായിരുന്ന ഫാമിലി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൽഹംദുലില്ലാ നിങ്ങളെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഓവർ പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് നന്ദി. നിങ്ങളെ കാത്തിട്ടൊരു സർപ്രൈസ് ഉണ്ട്, ഇൻഷാ അള്ളാ ഞാൻ തരാം കേട്ടോ. സർപ്രൈസിലോട്ട് നമുക്ക് വരാം. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഉൾപ്പെടുത്താം. അതേപോലെ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ഇൻഷാ അള്ളാ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യാം, ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ഫാമിലി വലുതായതുകൊണ്ട് തന്നെ ഒരു Q&A ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഞാനൊരു Q&A കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടു, ആൻഡ് അതേപോലെ സ്റ്റോറിയിൽ പോസ്റ്റ് ഇട്ടു. ഇതിൽ രണ്ടിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ്. അതിന് മുന്നേ എനിക്ക് കമൻറ്റിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. മൈക്ക് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മൈക്ക് ചേഞ്ച് ആക്കിയോ? മാഷാ അല്ലാ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മൈക്ക് എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല മൈക്ക് കേട്ടോ. പക്ഷേ ഇത് എൻ്റേതല്ല, ഞാൻ കടം വാങ്ങിയതാണ്. ആക്ച്വലി കടം വാങ്ങിയതല്ല, നമുക്കൊരു മദ്രസയുടെ ആഡ് ഷൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ മൈക്കിലെടുക്കുന്ന സമയത്ത് നോയ്സ് പ്രശ്നം വന്നാലോ പറഞ്ഞിട്ട് അവരുടെ മൈക്ക് നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാനല്ല, അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവരെനിക്ക് അയച്ചു തന്ന മൈക്കാണ്. ഇതിപ്പോൾ തന്നെ പോകും. നമ്മുടെ ഈ മദ്രസയുടെ ഷൂട്ട് കഴിയുന്ന സമയത്ത് നമ്മളിത് തിരിച്ചയക്കും. ആൻഡ് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കട്ടെ. അവർ ഒരു മാസം വെച്ച് ഉപയോഗിച്ചിട്ട് അയച്ചാൽ മതി, ഒരു മാസം വരെയൊക്കെ അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാന്യത കീപ്പ് ചെയ്ത് ഇൻഷാ അള്ളാ ഈ ഒരു ഇത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മുനീറയാണ് കേട്ടോ. കമ്മ്യൂണിറ്റിത്തെ വായിച്ചിട്ട് ഞാൻ സ്റ്റോറിയിലുള്ള ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മുനീറയാണ്. എൻ്റെ പേര് മുനീറ. ഞാൻ ഐഷാൻ്റെ വീഡിയോ തുടങ്ങിയ ഉടനെ സ്ഥിരം കാണാറുണ്ടായിരുന്നു. അതിന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ആൾ കാണാറുണ്ടായിരുന്നു. അതിൽ സാരി ഉടുത്തിട്ട് അണിഞ്ഞൊരുങ്ങി ബഷിയെ പറ്റിച്ചത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മാഷാ അല്ലാ. അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാറി ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിലേക്ക് മാറാനുള്ള കാരണം, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മാറി അല്ലെങ്കിൽ എന്താ കാരണം എന്നൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടായില്ലോ. നമ്മൾ ഏകദേശം ഒരു വർഷത്തോളമൊക്കെ വീഡിയോ ഇട്ടിട്ടും വിടാണ്ടൊക്കെ അങ്ങനെ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാണ്ടിരുന്നത്. ഇങ്ങോട്ട് മാറാൻ ഞാൻ ജീൻസിൽ നിന്ന് ഹിജാബിലോട്ട് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി പറയുന്നുണ്ട്. മാറാനുള്ള കാരണം ഏകദേശം അതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ആ മാറ്റത്തിൽ ഉറച്ചു നിൽക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊക്കെ അങ്ങനെയാണെങ്കിൽ ആരുടെങ്കിലും മരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം അവർ തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നീ വേണമെങ്കിൽ മാറിക്കോ, അതെ ഞാനിവിടെ ഉണ്ട്, വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് റിപ്പൻറ്റ് ചെയ്ത് വന്നോ എന്നുള്ള കാര്യത്തിൽ പഠിച്ചോ നമുക്ക് എന്തെങ്കിലും ഇട്ട് തരും. അത് പിന്നെ നമ്മൾ വീക്കായിട്ട് തന്നെ പോകും. ഞാനും വീക്കായിട്ട് പോകാറുണ്ട്, സ്റ്റിൽ ഇപ്പോഴും ഞാൻ വീക്കായിട്ട് പോകാറുണ്ട്. പക്ഷെ എന്നാലും തിരിച്ച് റബ്ബിലോട്ട് തന്നെ ഓടാനുള്ളൊരു മനസ്സ് ഉണ്ടാവണേന്ന് നിരന്തരം ദുആ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ നമ്മളിവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാറാനുള്ള കാരണമൊക്കെ ഇതിൽ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആൻഡ് രണ്ടാമത്തേത് തഫ്സീന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തൂടെ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓൾറെഡി 2 ഗ്രൂപ്പ് ഉണ്ട് മോളെ. ഒന്ന് സ്വാലിഹ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതേപോലെ വേറെ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ അങ്ങനത്തെയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് അന്വസ്യാണ്. നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൽ ലൈവായിട്ട് നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്, അതേപോലെ വർക്കൗട്ടിൻ്റെ അപ്ഡേറ്റ്സ് എടുക്കാറുണ്ട്. അതേപോലെ അപ്പോൾ സ്വാലിഹ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഫ്രീ ആണ്, പക്ഷേ അന്വസ പെയ്ഡാണ് കേട്ടോ. മാസത്തിൽ 500 രൂപ നമ്മൾ ഫീസ് വാങ്ങിക്കാറുണ്ട്. അതുപോലെ ഡയറ്റ് ചാർട്ട് ഷെയർ ചെയ്യാറുണ്ട്, ദുആ ഷെയർ ചെയ്യാറുണ്ട്, അതേപോലെ സല ട്രാക്ക് ചെയ്യാറുണ്ട്, ജേണൽ എഴുതുന്ന രീതി, അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് എഴുതുന്ന രീതി, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് അന്വസ്വ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലാണ്. അതിന് മന്ത്ലി 500 റുപ്പീസ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ കുറേ ക്ലാസ്സുകളുണ്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കേട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അതിനകത്തുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കട്ടെ. കുറേ ആൾക്കാർ നമ്പർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്പർ കൊടുക്കാം.
പിന്നെ നൂറുൽ ഈമാൻ അങ്ങനെയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചാനലിലേക്ക് തിരിയാനുള്ള മോട്ടിവേഷൻ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. മോട്ടിവേഷൻ നിങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ വ്ളോഗ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരു വല്ലാത്തൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു, കുറേ നല്ല കാര്യങ്ങളും കൂടെ ഇടയ്ക്ക് നിലക്കൊക്കെ കിട്ടുന്നതായിരുന്നു. അത് ഇല്ലാണ്ടാക്കേണ്ട ഐഷ, വീഡിയോ ചെയ്യുക, നിനക്ക് അറിവുണ്ടല്ലോ, നീ പഠിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന എന്തിനാണ്, പഠിച്ചത് പറഞ്ഞു തന്നൂടെ. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, സുഹൃത്തുക്കളായിട്ടും. അതേപോലെ പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആളെൻ്റെ അടുത്ത് പറയാറുണ്ട്, തല നിറയെ പഠിച്ചവൻ്റെ അറിവ് വന്നിട്ടുണ്ട്, ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ, ആർക്കെങ്കിലും ഉപകാരമാവില്ല എന്നൊക്കെ ആളെൻ്റെ അടുത്ത് പറയാറുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉള്ളൊന്നൊരു കുത്ത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആളുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ എൻ്റെ മക്കളാണെങ്കിലും അത്ര തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ പറയുന്ന വാപ്പ പറയുന്ന പോലെ ഉമ്മാക്ക് നല്ല അറിവുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഉമ്മാക്ക് അത് പറഞ്ഞു കൊടുത്തൂടെ. ഈ നല്ല അറിവ് എന്ന് പറയുന്നത് ഞാൻ എവിടെ എത്തിയിട്ടില്ല, പക്ഷേ ഇവർക്ക് എല്ലാവരുടെയും ഉള്ളിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മക്കളുടെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉള്ളതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറയും. ആക്ച്വലി എൻ്റെ അറിവ് വളരെ പരിമിതമാണ് കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ പറയാറുണ്ട്, ഒരു തരത്തിലും ചാനൽ നിർത്തിയിട്ട് പോകരുത്, കുറച്ച് കാര്യങ്ങളെങ്കിലും വന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ഇപ്പോൾ എൻ്റെ ഞാൻ നിർത്തുന്ന സമയത്ത് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 10K കുറച്ച് ആൾക്കാർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവർ കൺസിസ്റ്റൻ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു, നിർത്തല്ലേ നിർത്തല്ലേ നിർത്തല്ലേ. അതിൽ നമ്മുടെ റാബിയൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിർത്തല്ലേ എന്നൊക്കെ. അപ്പോൾ മാഷാ അല്ലാഹ് എല്ലാവരോടും നന്ദിയുണ്ട്. കാരണം നിങ്ങളൊക്കെ എന്നെ അത്രമാത്രം പുഷ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ. പിന്നെ അള്ളാൻ്റെ തീരുമാനം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത് ചോദിച്ചിട്ടുള്ളത് നഫ്ലയാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഓവർ പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് ഒരു ജോലിയും ചെയ്ത് തീർക്കാൻ ഒരുപാട് ടൈം എടുക്കും. ഓരോ ജോലിയും ചെയ്ത് തീർക്കാൻ ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടുന്നില്ല. എന്താ ചെയ്യുക, ഒരു സൊല്യൂഷൻ പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്നേ ആണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ഒന്നും കൂടെ ഇട്ടുതരാം. ബിഫോർ ദാറ്റ് നിങ്ങൾ ഒരു കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക, നിങ്ങൾക്ക് OCD ഉണ്ടോ എന്നുള്ളത്. പിന്നെ അടുത്ത ആൾ ചോദിച്ചിട്ടുള്ളത്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ പേര് പറയാഞ്ഞിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, നിൻ്റെ പ്രായമാണ് എനിക്കും, ഏതുവരെ പഠിച്ചു എന്നാണ്. ഞാൻ എൻ്റെ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MSc സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അക്യുപഞ്ചർ, റിഫ്ലെക്സോളജി, ഹിജാമ, അതേപോലെ പ്രൊഫറ്റിക് മെഡിസിൻ, അങ്ങനെ കുറച്ചൊരു പാക്കേജ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ഞാനൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ MSc, പിന്നെ ADMA, MFA അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജി, പിന്നെ ഹിപ്നോട്ടിസം ഞാൻ പഠിച്ചിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, എനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് പഠിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. എന്നിട്ടാണ് അത് ചെയ്യാൻ പാടില്ല, പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ അറിയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല. എന്തായാലും ഞാൻ പഠിച്ചിട്ടുണ്ട് ഹിപ്നോട്ടിസം, ബോഡി ലാംഗ്വേജ്, പിന്നെ വെൽനെസ്സിൻ്റെ കുറച്ച് കോഴ്സുകൾ ഇതിന്. അങ്ങനെ എല്ലാം പാടെ ഒരു 5-6 കോഴ്സുകൾ ഈ ഒരു മൈൻഡ് പവർ റിലേറ്റഡ് ആയിട്ട് ഒരു 6-7 കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്മെറ്റിക് മേക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് അറിയാം. പിന്നെ എല്ലാം അങ്ങനെ നമുക്ക് വേണ്ടുന്ന സ്കില്ല് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ കുറവാണ് നമ്മുടെ അറിവ് കാര്യങ്ങളൊക്കെ. ആ കുറവ് അറിവിൽ നിന്നാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ആബിദ് ചോദിച്ചിട്ടുള്ളത്, നല്ലൊരു ഇസ്ലാമിക് ഹിസ്റ്ററി ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സീറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയും അതേപോലെ തഫ്സീറും പാടെ കമ്പൈൻ ചെയ്ത് വായിക്കുമ്പോൾ ആണ് എനിക്ക് ഒരു ചരിത്രങ്ങൾ കണക്റ്റ് ആവുന്നതും അതേപോലെ നമ്മുടെ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളതും ഒക്കെ നമുക്ക്, അതായത് ഓരോ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ വേഗം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്കൊരു ബുക്കായിട്ട് സജസ്റ്റ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്ക് തഫ്സീർ വേണമെങ്കിൽ വായിക്കാട്ടോ ഈ പറഞ്ഞ പോലെ. പിന്നെ ആ ഗ്രൂപ്പിൽ എന്നെ ചേർക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൽക്കിസ് ബാബു. ഗ്രൂപ്പ് എല്ലാവർക്കും ഓപ്പൺ ആണ്, ഫ്രീ ആയിട്ട് കയറേണ്ടവർക്ക് മറ്റേ സ്വാലിഹയിൽ കയറാം, പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് അന്യസ്വയിൽ കയറാം ഇൻഷാ അല്ലാഹ്. പിന്നെ നേച്ചർ ലവ് ചോദിക്കുന്നുണ്ട്, ദീനിയായ അറിവുകൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയാമോ? ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുഞ്ഞി കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ നമുക്ക് കുറച്ച് മെൻറ്റേഴ്സ് ഉണ്ട്, ഹസീനത്ത, ആയിഷ, ബാനത്ത, പിന്നെ മിഷ്കാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം. ഡെയിലി 2:30 അവർ ക്ലാസ് എടുക്കും, ഫ്രീ ആയിട്ടാണ് ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്വാലിഹയിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അസ്മാഉൽ ഹുസ്നയുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിൽ കയറാം. ദീൻ പഠിക്കാൻ ഇഷ്ടം പോലെ മാർഗ്ഗമുണ്ട്. പിന്നെ ഇൽം ഫോർ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, അതായത് യൂട്യൂബിൽ തന്നെ ഉണ്ട് ഒരു ചാനൽ, ആയിഷയുടെ ക്ലാസ്സാണ് അത്. സൂപ്പർ അറിവിൻ്റെ നിറ
നിറകുടമാണ് മുത്തുമണി, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറാം. പിന്നെ ആയിഷയുടെ തന്നെ ഗ്രൂപ്പ് ഉണ്ട്, നൂറ് സദരി എന്ന് പറഞ്ഞിട്ട്. ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും, ഖുറാൻ്റെ തഫ്സീർ പഠിപ്പിച്ചു തരും, അതിൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഇൽം ടു അമൽ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന ഇൽമുകളെ ജീവിതത്തിലോട്ട് പ്രാവർത്തികമാക്കുന്ന ഒരു സെഷൻ ആൾ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്വാലിഹയിൽ കയറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് നമ്മൾ ഇട്ട് തരാം കേട്ടോ. നമുക്ക് അതിനൊന്നും യാതൊരു ദീൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ 1 രൂപ ചിലവാക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ജസ്ന ചോദിച്ചിട്ടുള്ള വേറൊരു കാര്യം, യൂട്യൂബിൽ ഏതുതരം വീഡിയോസ് കണ്ടാലും ഞാൻ ആദ്യം നോക്കുക കമൻസാണ്. ഇഷ്ടപ്പെടാത്ത വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് പോസ് ചെയ്ത് കഷ്ടപ്പെട്ട് കമൻസ് വായിക്കും. ഇങ്ങനെ വായിക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റാണോ? അവരെക്കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ ആസ്വദിച്ചല്ലേ വായിക്കുന്നത്? അവർ ഇഷ്ടപ്പെടാത്ത പക്ഷം എന്താണ് അതിൻ്റെ വിധി? കമൻറ്റ് എഴുതാൻ മടിയായത് കൊണ്ട് എഴുതാറില്ല, നന്നായിട്ട് വായിക്കാറുണ്ട്. തെറ്റോ ശരിയോ എന്നറിയില്ല. ചിലപ്പോൾ തോന്നും അവർ പബ്ലിക്കായിട്ട് ഓരോ വീഡിയോസ് ഇടുന്നത് കൊണ്ടല്ലേ ഓരോരുത്തരും കമൻറ്റ് ഇടുന്നത്. അപ്പോൾ വായിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നതിൻ്റെ ഉത്തരം ഒന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുക്കാത്തതാണ് നല്ലത്. ഈ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ ചിരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഈ സാധനം ചെയ്യുന്ന കുറച്ച് എൻ്റെ ബെസ്റ്റ് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഇവരൊരാളുടെ വീഡിയോസ് പോയി കണ്ടിട്ട് അത് പോസ്റ്റ് ചെയ്ത് വെക്കും. ആക്ച്വലി എനിക്കൊരു പ്രോബ്ലം ഇല്ല, പക്ഷേ എനിക്ക് അവരോടൊരു പ്രോബ്ലം ഇല്ല. അവർ നന്നായിട്ട് ജീവിച്ച് കാണട്ടെ, എന്നാലാവുന്ന വിധം ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. മാത്രമല്ല അവർക്ക് കുറച്ചും പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അവരുടെ ജീവിതം നല്ലതായിട്ടിരിക്കട്ടെ എന്ന് തൊട്ട് ദുആ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും അയാളുടെ വീഡിയോ പോയിട്ട് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് വായിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് ഹേറ്റുള്ള കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. ഞാൻ നല്ലോണം ചീത്ത പറയും, എന്നാലും പിള്ളേർ അയച്ചു തരും. ഇവരിത് കമൻറ്റ് വായിക്കാൻ വേണ്ടി ആ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, വീഡിയോസ് തന്നെ കാണണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കമൻറ്റ് പോയി വായിക്കാൻ നിൽക്കേണ്ട ആവശ്യം വരില്ലല്ലോ. നിങ്ങളെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. ആരെ ചീത്ത വിളിച്ചാലും, കറണ്ട് പോയതാണ് കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട്, ആരെ ചീത്ത വിളിച്ചാലും അതിൻ്റെ പ്രശ്നം പറ്റുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഓക്കെ. പിന്നെ ഹർഷ ദർശു ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ജീവിതം എന്നുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് എൻ്റെ ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ ശാശ്വതമായ ജീവിതത്തിലോട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ശരിക്കും അത് തന്നെയാണ് ജീവിതം. നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ ജീവിതം? ഭൂമിയിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പായിരുന്നു അല്ലേ? നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി കൈകൾ കിട്ടി, കാലുകൾ കിട്ടി, അതേപോലെ തലച്ചോറ്, തല എല്ലാം നമ്മുടെ ഒരുമാതിരിപ്പെട്ട നമുക്ക് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്താണോ അതൊക്കെ റബ്ബ് നമുക്ക് ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നു. ഇപ്പം നമ്മൾ ഭൂമിയിലെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ പരലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കാൻ, അതായത് ശാശ്വതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഭൂമി. അതാണ് ഇവിടുത്തെ ജീവിതം എന്നാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ നമ്മുടെ തയ്യാറെടുപ്പുകളൊക്കെ ഒന്ന് ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ പോകുമ്പോൾ വീണ്ടും അയ്യോ എനിക്ക് തയ്യാറെടുക്കണേ പറഞ്ഞിട്ട് വീണ്ടും പോകുക. ഈ ഇടയ്ക്ക് ആരോ അയ്യോ പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറയാൻ പാടില്ല, അള്ളാന്ന് പറയണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാന്ന് പറയുന്നത് നല്ലത്. ചിലതൊക്കെ നമ്മുടെ നാക്കിൽ അവിടെ അങ്ങനെ ഇരിക്കും, അതാണ് കേട്ടോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, എക്സ് മുസ്ലിമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ട് പെണ്ണുപിടിയൻ നബി ഫോളോ ചെയ്യുന്നു, ഖുർആൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എക്സ് മുസ്ലിമിന് പേര് പറഞ്ഞിട്ടില്ല. ആൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കൊല വിളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണുപിടിയൻ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്തതുകൊണ്ട് പറയാണ്, ഇത്രയേറെ സ്ത്രീകളെ സ്ത്രീകൾക്ക് വേണ്ടുന്ന സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാനുണ്ടാവില്ല. ഓക്കെ. അതായത് സ്ത്രീകളെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആരിഫ് ഹുസൈൻ, ജാമിദ, നിങ്ങളുടെ എക്സ് മുസ്ലിമിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന കുറേ കമൻസൊക്കെ വായിച്ച് കേട്ട് കണ്ടുപിടിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുപിടിയനായിട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതിൽ നമ്മളൊരിക്കലും ഒരു കുറ്റം പറയുന്നില്ല. അത് നിങ്ങളുടെ സർഗ്ഗവാസന. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ദീനത് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഖുർആൻ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഖുർആൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ടും ഞാനത് ഫോളോ ചെയ്യുന്നു. ഓക്കെ.
ബേസിക്കലി വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുധി, മൈ ഡെസിഗ്നേഷൻ ഈസ് ഐ എം എ ഹ്യൂമൻ എംപവർമെൻറ്റ് എക്സ്പേർട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ എംപവർമെൻറ്റ് എക്സ്പേർട്ട് എന്നാണ്. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഐ മീൻ ഞാൻ എന്താണ് ബൈ പ്രൊഫഷൻ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഞാൻ ബൈ പ്രൊഫഷൻ എനിക്കൊരു അക്കാഡമി ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവി. അപ്പോൾ അതിനകത്ത് കൗൺസിലിംഗ് സൈക്കോളജി കൊടുക്കുന്നുണ്ട്, 10ാം ക്ലാസ് കൊടുക്കുന്നുണ്ട്, +2 കൊടുക്കുന്നുണ്ട്, ഡിഗ്രി കൊടുക്കുന്നുണ്ട്, PG കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറച്ച് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനൊരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഹ്യൂമൻ എംപവർമെൻറ്റ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതിനാണ് ഈ മെൻറ്ററിങ്ങും വരുന്നുണ്ട്. സോ നമ്മൾ അന്യസോ എന്ന് പറയുന്ന ഗ്രൂപ്പിലൂടെ മെൻറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കിത് ഇങ്ങനെ വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതൊക്കെയാണ്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. പിന്നെ മച്ചുവിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പെങ്ങളൂട്ടി ഉന്നതയിൽ എത്തട്ടെ, ആമീൻ റഹ്മീൻ നിങ്ങളോട്ടോ. പിന്നെ നല്ല നല്ല ക്ലാസ്സുകളാണ്, അതൊക്കെ കുറേ ജെന്യൂനായ നമുക്ക് സാധാരണ റാൻഡംലി വരുന്നതാണ്. വേറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാര്യപ്പെട്ടിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അത് ഓൺലി ഫോർ വിമൺ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നുണ്ടാവുക, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ നിങ്ങൾ പുരുഷന്മാർ അത്തരത്തിലൊരു വീഡിയോ തംബ്നെയിലിൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യരുത്. നിങ്ങളുടെ ഭാര്യമാർക്കോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അത്തരത്തിലൊരു കണ്ടൻറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തു തരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഐ എം മച്ച് കോൺഫിഡൻറ്റ് ടു ഡു സച്ച് എ വീഡിയോ. പിന്നെ നമ്മുടെ ക്ലൈമാക്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഗിവ് അവേ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഐ എം പ്ലാനിങ് ടു ഡു എ ഗിവ് അവേ. എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് തരണം എന്ന ആഗ്രഹമുണ്ട്. കുറേ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാലോ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് വേണ്ട, പകരം എന്താ പറയുക, ക്യാഷ് ആയിട്ട് തരാമെന്ന്. സോ ഞാനൊരു 2000 റുപ്പീസാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ അത് തരാനേ ഉള്ളൂ കേട്ടോ, സത്യമായിട്ടോ. അത്രയൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാനിതിങ്ങനെ പിശുക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മാസം 10-30,000 റുപ്യ അടയ്ക്കുന്നതാണ്. അയ്യോ, ദാരിദ്ര്യം പറഞ്ഞിട്ടാണ് ഇവിടെ ഗിവ് അവേ തരുന്നതെന്ന് വിചാരിക്കരുത്. ഒരുപാട് പ്രതിസന്ധികളുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാം. ഞാൻ ഒരുപാട് പിശുക്കി എടുത്ത് വെച്ച പൈസയാണ്, ഒരു 2000 രൂപ. അത് എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് തരാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം, ഒരു ലൈക്ക് ചെയ്യാം. ഇഷ്ടമുള്ള അത്രയും ആൾക്കാർക്ക് നിങ്ങൾ എന്താ പറയുക അയച്ചു കൊടുക്കാം. ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, അതിലിഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത്രയും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടാവുന്നത് ഡിസംബർ ഒരു 10-ാം തീയതി ആയിട്ട് നമുക്ക് നറുക്കെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുവരെയുള്ള വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് കമൻറ്റ് ഇടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നല്ല കമൻസ് ഒക്കെ വരുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ നറുക്കെടുത്തിട്ട് അറിയിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് വീഡിയോയും അതേപോലെ ചൂസ് ചെയ്യാൻ അയാളുടെ കമൻസും അതേപോലെ വീഡിയോ എല്ലാം അവിടെ നോക്കിയിട്ട്, അതായത് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്, എത്ര വീഡിയോയിൽ എത്ര ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കമൻറ്റ് ഇടുന്ന, അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറയുന്ന, നല്ല സജഷൻസ് പറയുന്ന കമൻസ് പിക്ക് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനൊരു ഗിവ് അവേ ആയിട്ട് തരാം. ഏറ്റവും അർഹതയുള്ള ആളുകളോട്ട് തന്നെ കിട്ടട്ടെ എന്ന് ഞാനും ദുആ ചെയ്യുന്നു, നിങ്ങളും ദുആ ചെയ്യണം. ആദ്യത്തെ ഗിവ് അവേ ആണ്, പഠിച്ചവനെ കാത്തോളനെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.